ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ കേക്കെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാലല്ലേ നമ്മൾ കേക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കെല്ലാം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ കേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കേക്കിനും ബേസായിട്ട് എല്ലാ കേക്കിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പെർഫെക്റ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് ഞാൻ വാനില ഫ്ലേവറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പം ഞാൻ വാനിലയാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ വേറെ ഫ്ലേവറിലും അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പം ഹാഫ് kg റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് 1/2 കപ്പ് അളവിൽ മൈദയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സാൾട്ടും ഇതെല്ലാം കൂടി മൊത്തത്തിൽ അരിച്ചെടുക്കുക. ഇനി ഇതെല്ലാം ഞാൻ മൊത്തത്തിൽ അരിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 തവണയായിട്ട് അരിച്ചെടുക്കുക. ഞാനിപ്പം ഒരു തവണ മാത്രമേ ആക്കിയെടുക്കുന്നുള്ളൂ. 2 തവണ ആക്കിയെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പം ഹാഫ് kg മാത്രമല്ല റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ 2 മുട്ട എടുത്ത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ബീറ്റാക്കിയിട്ട് നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റാക്കി എടുക്കുക. ബീറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫ്ലഫിയായി നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ ആയി കിട്ടണം കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ 1/2 കപ്പ് അളവിലെടുത്തിന്. ഇനിയിപ്പം ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റാക്കി എടുക്കുക. പിന്നെ പഞ്ചസാര പൊടിച്ചത് മുഴുവനായിട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ചായിട്ട് ഇതേപോലെ ആഡ് ചെയ്തിട്ട് ബീറ്റാക്കി എടുത്താൽ മതി. പഞ്ചസാരയെല്ലാം മൊത്തത്തിൽ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും. ഇതിപ്പം 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ്. ഈ ഒരു അളവിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലും പാലും കൂടി ഒരേ അളവിലെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുന്ന ടൈമിൽ ഇതേപോലെ മെല്ലനെ ഫോൾഡ് ചെയ്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫോൾഡാക്കിയിട്ട് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഓയിലും പാലും എല്ലാം മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി എടുത്തിട്ടുള്ള മൈദേൻ്റെ പൗഡറില്ലേ അതും 2-3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മിക്സാക്കി എടുക്കുന്ന ടൈമിൽ മെല്ലനെ ഇതേപോലെ ഫോൾഡാക്കിയിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നവർ ഇതേപോലെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ 2-3 തവണയായിട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം 6 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. ഹാഫ് kg അല്ലേ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് ഓയിൽ ആഡ് ചെയ്തിട്ട് എല്ലായിടത്തും മൊത്തത്തിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ അങ്ങനെ ആഡ് ചെയ്തിട്ട് ബേക്കാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാറ്റർ മുഴുവനായിട്ട് ഈ ഒരു ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്.
ഈ ഒരു ടിന്നിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു 2-3 തവണ ടാപ്പ് ചെയ്തെടുക്കുക. ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു പാത്രം നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്കൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ടിന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ബേക്കാക്കി എടുക്കുന്നത്. ആദ്യം നമ്മൾ കേക്ക് ഏതിലാണോ ബേക്കാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം ഇതേപോലെ വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കാനേ. എന്നാലാണ് കേട്ടോ പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഇനി ഇതൊരു 20 to 25 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഇതിപ്പം ഞാൻ ഈ ഒരു ഹോൾസിലൂടെ ആവി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഒരു പീസ് ഗ്രാമ്പ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് നോക്കാനും വേണ്ടിയിട്ട് ഇതേപോലൊരു സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് സ്റ്റിക്കാക്കിയിട്ടൊന്ന് നോക്കി നോക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം നമുക്കിതിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഇതിപ്പം ഈ ഒരു കേക്ക് നല്ലോണം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ആക്കിയിട്ട് ഞാൻ ഈ ഒരു ടിന്നിൽ നിന്ന് കേക്ക് എടുത്ത് മാറ്റലാണ്. ഇതിപ്പം 1/2 kg ആയതുകൊണ്ട് ഈ ഒരു ലെങ്ത്തിൽ ഉണ്ടാവും കേട്ടോ. ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എല്ലാ കേക്കിനും ബേസായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. എന്നാൽ പെർഫെക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റായിട്ട് ഇതേപോലെയെല്ലാം സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനിയിപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെറുതെ കഴിക്കാനും നമ്മൾ ടീ കോഫി അതിൻ്റെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും കേക്കെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പം ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ, അത്രയും സോഫ്റ്റായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.